ഹായ് ഓൾ. ഇന്ന് നമുക്ക് ക്യാൻവയിൽ എങ്ങനെ ഗോൾഡൻ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസൈൻ സെലക്ട് ചെയ്യാം. എലമെന്റ്സ് സെലക്ട് ചെയ്യാം. ഷേപ്സ് സെലക്ട് ചെയ്യാം. ദെൻ കളർ ബ്ലാക്ക് കളറായിട്ട് സെറ്റ് ചെയ്യാം. ദെൻ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡൻ എന്നാണ് കൊടുക്കുന്നത്. ദെൻ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഞാൻ ഈ ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ടെക്സ്റ്റ് എൻലാർജ് ചെയ്യാം. ദെൻ ഈ ഒരു പേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. PNG യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യും. നെക്സ്റ്റ് പേജ് സെലക്ട് ചെയ്യാം. എലമെന്റ്സ് സെലക്ട് ചെയ്യാം. ഗോൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോസ് സെലക്ട് ചെയ്യാം. പിന്നെ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. പിന്നെ ആ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ആ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഇനി ആ ഇമേജ് ഒന്നും കൂടി എൻലാർജ് ചെയ്ത് കൊടുക്കാം. എലമെന്റ്സ് സെലക്ട് ചെയ്യാം. ഷേപ്പ് സെലക്ട് ചെയ്യാം. ദെൻ ബ്ലാക്ക് കളറായിട്ട് സെറ്റ് ചെയ്യാം. ഷേപ്പിന് ബ്ലാക്ക് കളർ കൊടുക്കാം. ദെൻ ഈ ഷേപ്പ് യൂസ് ചെയ്ത് ബാക്കിയുള്ള ഭാഗം കവർ അപ്പ് ചെയ്ത് കളയാം. ദെൻ ഈ ഒരു പേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. പേജ് 2 സെലക്ട് ചെയ്യാം. റൺ കൊടുക്കാം. ഡൗൺലോഡ് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് പേജ് സെലക്ട് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യാം. ദെൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഗോൾഡൻ കളർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എലമെന്റ്സിൽ നിന്ന് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഗോൾഡൻ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത് PNG യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യും. പേജ് 3 സെലക്ട് ചെയ്യാം. റണ്ണ് ഡൗൺലോഡ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.